ഹലോ, വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ എന്നത്തെയും പോലെ രാവിലത്തെ തിരക്ക് പിടിച്ച പണികളൊന്നും ഇന്നില്ല. വേറൊന്നുമല്ല, കാരണം ഇന്ന് സൺഡേ ആണ്. എന്നാൽ പോലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും വലിയ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം തലേന്ന് ഇഡ്ഡലി ആയിരുന്നു, അതിൻ്റെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ് റോസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ തലേന്ന് ഉണ്ടാക്കിയ സാമ്പാർ ജസ്റ്റ് ചൂടാറിയപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കണം. അതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സുബഹി നിസ്കരിച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ സാമ്പാറൊക്കെ വെച്ചുമ്പോൾ എന്തായാലും അന്ന് തന്നെ തീരൂല. അപ്പോൾ പിന്നെ വൈകിട്ട് വരെ അത് വെളിയിലിരുന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ട് പിറ്റേന്ന് നമ്മളത് ചൂടാക്കുമ്പോൾ കേടായോ എന്ന് ചോദിച്ചാൽ കേടായിട്ടില്ല, എന്നാൽ കേടായി എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. അതേസമയം നമ്മൾ താളിച്ചെല്ലാം കഴിഞ്ഞ് ചൂടാറുമ്പോൾ തന്നെ നമുക്ക് അന്നത്തേക്കുള്ളത് വച്ചിട്ട് ബാലൻസ് ഫ്രിഡ്ജിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ചൂടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ ഇല്ലായിരുന്നു, ഞാനും പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ വെളിയിൽ കുറച്ച് നേരം കളിക്കാൻ പോയി. ആ സമയത്ത് ഉച്ചക്കത്തേക്ക് കുറച്ച് എളുപ്പത്തിൽ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ. പിന്നെ സവാളയുടെ പണിയൊക്കെ ഏകദേശം കഴിയാറായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത്തച്ചി ചിക്കനും കൊണ്ട് വന്നത്. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ചിക്കൻ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം വേണം കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് വെള്ളവും വേണം. അതേസമയം ബീഫാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഓരോരോ പീസ് സെപ്പറേറ്റ് മാറ്റി മാറ്റി അതിനുള്ള ആ ഒരു ഫുള്ള് ബ്ലഡും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി സെപ്പറേറ്റ് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറയലുണ്ട്. കാരണം ഞാൻ ചെയ്യുമ്പോൾ ഒരു 2 കിലോ ചിക്കൻ അതുണ്ടെങ്കിൽ ഒരു 1/2 kg ഞാൻ വേസ്റ്റാക്കി മാറ്റി കളയും എന്നൊക്കെ എല്ലാവരും പറയും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയാനാണ്. കാരണം അതിൻ്റെ ആ ഒരു ലിവറും കാര്യങ്ങളൊക്കെ എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റും. പിന്നെ ഓരോ പീസുകളും സെപ്പറേറ്റ് മാറ്റി മാറ്റി ക്ലീൻ ചെയ്ത് വച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഒരു 2-3 തവണ വീണ്ടും കഴുകി അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കഴുകൽ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ഈ കുക്കറിൽ ബിരിയാണി വയ്ക്കൽ കുറവാണ്. കാരണം വീട്ടിൽ ഉമ്മാക്കൊന്നും ഇങ്ങനെ ചിക്കനും റൈസും ഒരുമിച്ചിട്ട് വയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കലുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് വെച്ചിട്ട് ഞാൻ എനിക്കും പിള്ളേർക്കൊക്കെയുള്ള ആവശ്യത്തിന് ഒരുമിച്ച് ദമ്മിടലാണ് പതിവ്. ഇന്നിപ്പോൾ ഉമ്മ ഇല്ല, ഉമ്മ ഒരു പരിപാടിക്ക് വേണ്ടി പോയേക്കാം. അപ്പോൾ എനിക്കും പിള്ളേർക്കും മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, രണ്ടും കൂടെ മിക്സ് ആയത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് കുക്കായി വന്ന ടൈം കൊണ്ട് കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അത് മാറിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സവാള തക്കാളി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ നമ്മൾ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം പിന്നെ അരി കഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ എനിക്കിതിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അരിയെല്ലാം കഴുകി ചിക്കൻ്റെ മുകളിലേക്ക് ഫുള്ള് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. നമ്മുടെ ഈ ഒരു കുക്കറിൽ ഈ ഫുള്ള് റൈസും ചിക്കനും കൂടെ വേവാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ പിന്നെ പയ്യെ എൻ്റെ അടുത്ത് ഭാഗ്യത്തിന് അതിലും വലിയൊരു കുക്കർ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മറ്റതിലേക്ക് മാറ്റിയിട്ട് പിന്നെ വേവിക്കാൻ വയ്ക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കുക്കറിൽ നിന്ന് മറ്റതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫുള്ളായിട്ട് തന്നെ റൈസും ചിക്കനും വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മറ്റതിലേക്ക് മാറ്റണം. അത് നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ അടച്ച് എല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിന് സവാള എല്ലാം നേരത്തെ തന്നെ അരിഞ്ഞ് നന്നായി ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് റെഡിയാക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ റൈസ് എല്ലാം ശരിക്കും വെന്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെറുതെ ഹാളിലേക്ക് വന്നപ്പോഴുള്ള ഹാളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കാരണം 3 പേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സിറ്റിയുടെ കവറെല്ലാം മാറ്റിയിട്ട് ഫുള്ളെല്ലാം നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ത്രില്ലിലാന്ന് തോന്നുന്നു ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേക്കാൻ വേണ്ടി വിളിച്ചു. ഒരു വിളിക്കൊന്നും വരുമൊന്നുമില്ല. പിന്നെ എങ്ങനെയോ കിട്ടി. അവൾ തന്നെ കുളിച്ചോളും. പിന്നെ 2 പേരെ ഞാൻ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായി വെന്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി. എൻ്റെ ക്ലീനിങ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാലല്ലോ നമ്മുടെ സ്റ്റൗ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്ത് ഇരുത്തിയതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്യാം. പിന്നെ സ്റ്റൗവും ക്ലീൻ ചെയ്തു. പിന്നെ കിച്ചൺ സ്ലാബൊക്കെ ഞാൻ ആദ്യം തന്നെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കറിലെ ബിരിയാണിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വീണ്ടും വേവിക്കണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു. സെറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്തു. പിന്നെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബെഡും ആകെ അലങ്കുലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ബെഡിലൊക്കെ ഇരുന്ന് കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും കളിക്കും. അപ്പോൾ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയണില്ല കേട്ടോ. ഇത്രയും എളുപ്പത്തിൽ ചെയ്തെടുത്തോണ്ട് തന്നെ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ അല്ലാതെ ഭയങ്കര കാര്യമായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിനേക്കാളും എന്തുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. ടൈമും നമ്മുടെ പണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ഞാനിപ്പോൾ ഒത്തിരി ഒന്നും ആയില്ല ഇങ്ങനെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ പേരും ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്നവരായിരിക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു ഉറങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം കിടന്നിട്ട് എണീച്ച് വന്നു കഴിഞ്ഞപ്പോൾ കേക്കിന് അന്ന് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിക്ക് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ വൈകിട്ടായി നമ്മൾ ചായ വെച്ച് അത് കുടിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ കല്യാണമാണ്, ആയിട്ടില്ല, കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ബ്രൈഡിന് ഡ്രസ്സൊക്കെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്ക് പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടായില്ല. ഫുഡ് കഴിച്ചത് തന്നെ കുറച്ച് താമസിച്ചായതുകൊണ്ട് തന്നെ കടിയൊന്നും വേണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കുറച്ച് മാഗി ഉണ്ടാക്കി കൊടുത്തു. എപ്പോഴും ഞാനിങ്ങനെ മാഗി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും മാഗി എപ്പോഴും കൊടുക്കണം, ഹെൽത്തി അല്ലല്ലോ, പ്രശ്നമല്ലേ എന്നൊക്കെ. ശരിയാണ്, പ്രശ്നമാണ്. പക്ഷേ ഞാൻ എപ്പോഴൊന്നും കൊടുക്കില്ല, മാസത്തിൽ 1-2 തവണ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ മാഗി കൊടുക്കാറില്ല. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി നിന്നു. ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വന്നു, ഞങ്ങൾ പോയി. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. തിരിച്ച് രാത്രി വീട്ടിൽ വന്നതിന് ശേഷമുള്ള ക്ലിപ്പാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും പകൽ എനിക്ക് ടൈമൊന്നും ഉണ്ടായില്ല, ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബിരിയാണിയിലും പീസ് വളരെ കുറവായിരുന്നു. കാരണം പീസിനേക്കാൾ കൂടുതൽ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പീസ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അതും ഫ്രൈ ചെയ്ത്. പിന്നെ എനിക്ക് പിറ്റേന്നത്തേക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വന്നിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ കേക്ക് ജസ്റ്റ് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കിടന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.